കാർഷിക മേഖലയ്ക്കും പശ്ചാത്തല വികസനത്തിനും മുൻഗണന നൽകിക്കൊണ്ട് മടിക്കൈ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് പി.വി. ജ്യോതി അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വി. പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. കാർഷിക മേഖലയ്ക്കും പശ്ചാത്തല വികസനത്തിനും മുൻഗണന നൽകിക്കൊണ്ട് മടിക്കൈ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. 20,77,40,5000 വരവും 11,60,72,913 രൂപ ചിലവും 9,16,72,087 മിച്ചവും പ്രതീക്ഷിക്കുന്ന മടിക്കൈ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് പി.വി. ജ്യോതി അവതരിപ്പിച്ചു. ഈ ബജറ്റിൽ ഉൾപ്പെടുത്തുന്നു വയോജന ക്ഷേമം. കഴിഞ്ഞ കാലങ്ങളിൽ വയോജന പ്രവർത്തനങ്ങൾക്കായി വിവിധ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. മടിക്കൈ ഗ്രാമപഞ്ചായത്തിന്റെ വയോജന സൗഹൃദ പഞ്ചായത്താക്കി മാറ്റുക എന്ന ലക്ഷ്യം മുൻനിർത്തി പ്രാരംഭ പ്രവർത്തനങ്ങൾ ഈ ബജറ്റിൽ ലക്ഷ്യമിടുന്നു. വയോജനങ്ങൾ ഒത്തുചേർന്ന പകൽ വീട് പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി കെയർ ടേക്കറെ നിയമിക്കുന്നതോടൊപ്പം സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനും ബജറ്റിൽ തുക വകയിരുത്തുന്നു. ഈ സാമ്പത്തിക വർഷം മുതൽ പഞ്ചായത്തിലെ മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി മാറിയിട്ടുണ്ട്. പഞ്ചായത്തിൽ വരാതെ തന്നെ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് സ്മാർട്ടിലൂടെ സാധിക്കുന്നുണ്ട്. പരാതികളില്ലാതെ സേവനം കൃത്യസമയത്ത് നൽകുക എന്ന ലക്ഷ്യമാണ് പഞ്ചായത്ത് മുന്നോട്ട് വെക്കുന്നത്. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് തനത് വരുമാനം കുറഞ്ഞ ഒരു പഞ്ചായത്താണെങ്കിലും ഉള്ള വരുമാന സാധ്യതകൾ കണ്ടെത്തി പഞ്ചായത്തിനെ കേരളത്തിന്റെ മുൻനിരയിലെത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. ബജറ്റ് അവതരണ യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി. പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. കാർഷിക ഗ്രാമമായ മടിക്കൈയിലെ കർഷകർക്ക് ക്ഷേമകരമായ ഒട്ടേറെ പദ്ധതികളാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. മടിക്കൈയുടെ തനത് സംസ്കാരവും പൈതൃകവും സാഹിത്യവും ഉൾപ്പെടുത്തിക്കൊണ്ട് മടിക്കൈ ലിറ്ററേച്ചർ ഫെസ്റ്റ് സംഘടിപ്പിക്കുമെന്നും ബജറ്റിൽ പറയുന്നു. പഞ്ചായത്തിലെ മുഴുവൻ ക്ലബ്ബുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് കായിക മേഖലയെ പരിപോഷിപ്പിക്കാനായി മടിക്കൈ പ്രീമിയർ ലീഗ് നടത്തും. മുഴുവൻ സ്കൂളുകളിലെയും വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് പ്രാദേശിക ചരിത്ര നിർമ്മാണവും നടത്തും. അംഗൻവാടികൾ, സ്കൂളുകൾ എന്നിവയുടെ അടിസ്ഥാന സൗകര്യങ്ങളും പട്ടികജാതി പട്ടികവർഗ മേഖലകളിലെ ഉന്നമനത്തിനും ബജറ്റിൽ പ്രത്യേകം തുക വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമത്തിൽ മുഴുവൻ വെളിച്ചമെത്തിക്കുക എന്ന ലക്ഷ്യവുമായി ഗ്രാമരശ്മി പദ്ധതി നടപ്പിലാക്കും. ഓരോ വീടുകൾക്ക് മുന്നിലും തെരുവ് വിളക്ക് സ്ഥാപിക്കുകയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.